ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും ഫ്ലൈവെൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ, അതായത് വീണ്ടും നമ്മൾ വളർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക്. അത് മാത്രമല്ല, ഇന്ന് സ്പെഷ്യലായിട്ടുള്ള 1-2 അതിഥികളുണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള കാടക്കുഞ്ഞുങ്ങളും അതുപോലെ ടർക്കി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കാടക്കുട്ടന്മാരാണ് കേട്ടോ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും കുഞ്ഞന്മാരായിട്ടുള്ള കാടകളാണിത്. എൻ്റെ ആദ്യം ഒരു 3-4 കൊല്ലം മുമ്പ് ഒരു കാടക്കുഞ്ഞിനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പെണ്ണിനെ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വൈറ്റ് ആയിരുന്നു അത്. പക്ഷെ അതിൻ്റെ മെയിൽ കിട്ടാത്ത കാരണം മുട്ടയിട്ടിരുന്നു. ഡെയിലി മുട്ടയിടും. പിന്നെ നന്നായി പറക്കും ഇവർ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിളികൾ പറന്ന് പോണ പോലെ ചിലപ്പോൾ അങ്ങോട്ട് പറന്ന് ഒരു ഒറ്റ പോക്കാം തെങ്ങിൻ്റെ ഇല്ലിയൊക്കെ. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്ത് വിട്ട് ചിലപ്പോൾ അവർ ഇണങ്ങുന്നില്ല. അപ്പോൾ കാരണം പറന്നു പോകും. അത് കാരണം ഞാനൊരു റൂമിലാണ്, വലിയൊരു റൂമിലിട്ടിരുന്നത്. പക്ഷേ മുട്ട ഡെയിലി കിട്ടിയിരുന്നു. പൂവനില്ലാത്ത കാരണം എനിക്കത് വിരിയിക്കാനായിട്ട് പറ്റിയില്ല. ഇതിൽ ശരിക്കും നമുക്ക് 2 കളർ കിട്ടിയിട്ടുണ്ട്. കണ്ട, ഒന്ന് ബ്ലൂ ഷെയ്ഡും ഒന്ന് വേറെ സാധാ ഷെയ്ഡും. അതിൻ്റെ മെയിലും ഫീമെയിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കറക്റ്റ് നമുക്ക് മെയിലും അതായത് കറക്റ്റ് ജോഡിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് കാരണം പിന്നെ നമുക്ക് വളരെ സുഖമായി. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പ്രായപൂർത്തിയായി കാടയാണ് കേട്ടോ. അതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എടുത്ത് കാണിച്ചു തരാം അവരെ. ഇത് നോക്കി, എൻ്റെ ഒരു കൈയിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത്. ഇത് അഡൾട്ട് കാടയാണ് കേട്ടോ. ഇത് പൂവനാണ്. കണ്ട, ഈ പൂവനൊരു റിങ് പോലെ, കഴുത്തിലൊരു റിങ് പോലെ കാണാം. കണ്ട, ഇതിൻ്റെ ജോഡിയാണ് ആ ഒരു ബ്രൗൺ കളർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. മറ്റേതിനാണെങ്കിലും പൂവന്മാർക്കൊരു റിങ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ പേര് ബട്ടൺ കുയിൽ എന്നാണ് കേട്ടോ പേര്, ബട്ടൺ കുയിൽ. അപ്പോൾ എനിക്കങ്ങനെ 2 ജോഡി അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. കണ്ട, ഇതുപോലെ വേറെയും ഒരു 2-3 കളറുകളൊക്കെ ഉണ്ട്. വില അല്പം കൂടുതലൊക്കെയാണ് ഇതിന്. പക്ഷേ ഇതിപ്പോൾ മുട്ടയിടാറായിട്ടാണ്. അതായത് 5 ആഴ്ച കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞ് സാധാ കാടകളുടെ പോലെ തന്നെ അവർ മുട്ടയിടും. മുട്ട ഇത്രേശ്ശേ ഉണ്ടാവും ഏകദേശം. അതായത് ഈ കാടേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുട്ടയ്ക്ക് ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. അതിൻ്റെ ഉണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ എനിക്കങ്ങനെ 2 ജോഡീനെ കിട്ടിയെന്ന് പറയാണ് കേട്ടോ. ഒരു പ്രത്യേക കളർ ഇതൊക്കെയാണ്, കോമ്പിനേഷനൊക്കെയാണ്. നല്ല രസമാണ് കാണാൻ പറ്റുങ്ങളെ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഇടില്ലേ. ഇതിപ്പോൾ ഇനി മറ്റേ ഒരു കളറ്, ആ കളറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇത്രയാണ് വരുള്ളൂ കേട്ടോ. സാധാ കാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കയ്യിൽ പിടിക്കാനുണ്ടോ. ഇത് കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങും. അത്രയും നമ്മുടെ ഒരു ഫിഞ്ചസിൻ്റെ അത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ കാട. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പുതിയ അതിഥികൾ. ഞാനിപ്പോൾ അവരെ നമ്മുടെ ഒരു ചെറിയൊരു കിളിക്കൂട്ടിലാണ് ഇട്ടിട്ടുള്ളത്. അതിൽ തീറ്റയുണ്ട്, വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതിൽ മുട്ടയിട്ട് തുടങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വേറെ സെറ്റപ്പുകൾ ഉണ്ടാക്കണം. പിന്നെ ഈ മുട്ട നമുക്ക് ചേവല കിട്ടും, നമുക്ക് വിരിയിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളൊക്കെ എന്താ പറയുക ആവശ്യക്കാർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. നോക്കാം നമുക്ക്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇനിയിപ്പോൾ നമ്മുടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ, നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. എന്താ ഇതിപ്പോൾ എന്താ പറയുക 2 ദിവസം പ്രായം ഉണ്ടാവുള്ളൂ കേട്ടോ. 2 ദിവസം പ്രായമുള്ളതുണ്ട്, പിന്നെ ഒരാഴ്ച പ്രായമായിട്ടുള്ളതുണ്ട് കേട്ടോ. നല്ല ഒറിജിനൽ നാടൻ കോഴിക്കുട്ടികൾ കേട്ടോ. ഇത് ഒരാഴ്ച ആയിട്ടുള്ളതാണ്. ഈ കാപ്പിരി കുട്ടിയാണ് കേട്ടോ. അതിൻ്റെ ചിറകൊക്കെ കണ്ടില്ലേ, അങ്ങനെയുണ്ട്. പിന്നെ നേക്കഡ് നെക്കുകളുണ്ട് കണ്ടോ, കഴുത്തിന് തോലില്ലാത്തത് നേക്കഡ് നെക്കുകൾ. പിന്നെ നമ്മുടെ 60-ആം കോഴി 90-ആം കോഴി ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വേണമെങ്കിൽ പറഞ്ഞോട്ടാ, നമുക്ക് അത് ഇവിടെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. കാരണം അയച്ചു കൊടുക്കാനൊന്നും നിർത്തി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല ഒറിജിനൽ നാടൻ കോഴി കുഞ്ഞുങ്ങൾ. ഇനി ഇതിൻ്റെ അടുത്ത ബാച്ചുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇത്തിരിയും ഒരാഴ്ചയെ പ്രായമായിട്ടുള്ളത് കേട്ടോ. നാടൻ കോഴി കുഞ്ഞുങ്ങൾ തന്നെയാണ്. എന്താ
ബ്രൂഡിങ് ആണ്. നമ്മൾ 2 ആഴ്ച ബ്രൂഡിങ് കൊടുക്കാറുണ്ട്. അത് കാരണം 2 ആഴ്ച പ്രായമായിട്ടുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് വേറെ കുറച്ച് അതിഥികളും കൂടി ഉണ്ട്. നമ്മുടെ ടർക്കി കുഞ്ഞന്മാർ, അതായത് 3 കളറ് ടർക്കികളുണ്ട് കേട്ടോ. ഒന്ന് പ്യുവർ വൈറ്റ്, കണ്ടോ, ഇത് പ്യുവർ വൈറ്റ് ടർക്കികളാണ്. പിന്നെ നമുക്ക് സാധാരണ ടർക്കികൾ, അതായത് ഇത് ഓർഡിനറി സാധാരണ നമ്മുടെ ടർക്കികൾ. പിന്നെ ബ്ലാക്ക് ടർക്കി, കണ്ടോ, ബ്ലാക്ക് ടർക്കി, ഇത് ബ്ലാക്ക് ടർക്കി കുഞ്ഞ്. അപ്പം ഇവരൊക്കെ ഒരാഴ്ച പ്രായമായിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-11 ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇത് കുറച്ചെണ്ണത്തിനെ ഒന്ന് വളർത്തി നോക്കാൻ വേണ്ടി. പണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു ടർക്കികൾ. ഇപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ഇപ്പോൾ ഏകദേശം ആയില്ലോ. അപ്പം ഇനി നമുക്ക് കുറേശ്ശെ ടർക്കികളൊക്കെ ഒന്ന് അഴിച്ചുവിട്ട് വളർത്താനൊക്കെ വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കിവരുടെ വിശേഷങ്ങളൊക്കെ വലുതാവുമ്പോൾ കാണാം കേട്ടോ, ഓരോ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ നാടൻ കോഴി കുഞ്ഞുങ്ങൾ ഒരു 1.5 മാസമായതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, 1.5 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നേക്കഡ് നെക്കും ഇതൊക്കെ ആയിട്ടുണ്ട്. നല്ല ഒറിജിനൽ നാടൻ കോഴി കുഞ്ഞുങ്ങൾ ഇതിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നമ്മുടെ ചെറിയ കുഞ്ഞന്മാരായിട്ടുള്ള കാടക്കുഞ്ഞുങ്ങളും പിന്നെ അതുപോലെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ, പിന്നെ പുതിയ ഒരു 3 വെറൈറ്റി കളർ ടർക്കി കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ കുറേ കാലങ്ങളായി നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ അടുത്ത്. പിന്നെ ഈ വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ ബട്ടൺ കുയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റുകൾ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.